ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മളെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേൻ്റെ വർക്ക് കാണിക്കുന്നതിനോട് കൂടെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോസൊക്കെ കുറച്ച് മുന്നേ കാണിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെ കൊയിലാണ്ടി എടവണ്ണ സ്റ്റേറ്റ് ഹൈവേ കേട്ടോ, അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പഴയ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക, അതുപോലെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അരീക്കോട് ഭാഗത്ത്, അതായത് ഈ കുറ്റൂളിയൊക്കെ എത്താൻ നേരത്തെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. കുറ്റൂളി ഭാഗത്ത് നമ്മൾ മുക്കം ഭാഗത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് കൊടുക്കുക. മാന്യ പ്രേക്ഷകർ നമ്മളെ കൂടെ ഇങ്ങനെ ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു ഈ റോഡ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പഴയ രൂപം വളരെ ദുർഘടമായൊരു യാത്രയായിരുന്നു ഈ റോഡിലൂടെ കേട്ടോ. ഇതിൽ യാത്ര ചെയ്തവർക്കറിയാം. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ മുഴുവനായിട്ടും ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡുകളിലൊക്കെ ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, അതുപോലെ ബസ് സ്റ്റോപ്പുകൾ, ഇനി ഒരുപാട് സൈൻ ബോർഡുകൾ വരാനുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ലിമിറ്റ് ക്യാമറകൾ, അതുപോലെ റിഫ്ലക്ടറുകളൊക്കെ പതിക്കേണ്ട ജോലികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുക്കം വരെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. ടാറിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ്, അതുപോലെ തന്നെ സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാരിക്കേഡുകൾ, ഫുട്പാത്ത് ഒക്കെ ഉൾപ്പെട്ടിട്ടില്ലാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഹൈവേ കേട്ടോ. സോറി, അപ്പോൾ നാഷണൽ ഹൈവേ എന്നിങ്ങനെ പറഞ്ഞ ശീലമായിട്ടേ. അപ്പോൾ ഈ ബാരിക്കേഡുകൾ സൈഡിലായിട്ട് ഇങ്ങനൊരു ബാരിക്കേഡ് നമ്മൾ ഡ്രൈനേജിൻ്റെ അടുത്താണ് ഇതേ രൂപത്തിലുള്ള ബാരിക്കേഡുകൾ കാണുന്നത് കേട്ടോ. ഇനി വേറൊരു മോഡൽ ബാരിക്കേഡ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ വാലിലാപ്പുഴ ഭാഗത്ത് ഇവിടെയും വളവുകളൊന്നും നിവർത്തിയിട്ടില്ല, പഴയതുപോലെ തന്നെയാണ് റോഡ് കടന്നു പോണത്. ഇതിൻ്റെ ഒരു 2 വീഡിയോസ് നമ്മൾ 2 എപ്പിസോഡായിട്ട് കാണിച്ചിട്ടുണ്ട്. 3ാമത്തെ എപ്പിസോഡാണ് ശരിക്കും ഇത് വരിക. ഇതിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചെന്നായിരുന്നു. വാലില്ലാപ്പുഴ ഭാഗത്താണ് ഈ ഇൻ്റർലോക്ക്. ടൗണുകളിലാണോ എന്നറിയില്ല, അതൊന്നുകൂടി പണി പൂർത്തിയായാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടൗണുകളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടൗണുകൾ ഉദ്ദേശിച്ച ചെറിയ ചെറിയ അങ്ങാടികളിൽ കേട്ടോ. ബാരിക്കേഡ് നിങ്ങൾ കാണുന്നുണ്ടാവും വലത്തെ സൈഡിൽ. അവിടെ ഫുട്പാത്ത്, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഫുട്പാത്താണ്. ഫുട്പാത്തുകൾക്ക് സമാനമായിട്ട് ഇതേ രൂപത്തിലുള്ള ബാരിക്കേഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ റോഡ് ബാരിക്കേഡുകളുടെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഫുട്പാത്തിൽ ഇൻ്റർലോക്ക് കട്ട വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലൊക്കെ ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ശ്രീധന്യ കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ റോഡിൻ്റെ പണി ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ ഇടവണ്ണ ഭാഗങ്ങൾ കാണിക്കാനുണ്ടായിരുന്നു. പ്രേക്ഷകരുടെയൊക്കെ അഭിപ്രായം പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മാറ്റി വെച്ചത്. അതുപോലെ തന്നെ താമരശ്ശേരിയിൽ നിന്ന് കൊയിലാണ്ടി വരെയുള്ള ഭാഗങ്ങൾ കാണിക്കാനുണ്ട്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ മണ്ണിട്ട് നിരത്തുന്ന ജോലികൾ, ടാറിങ്ങൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ സെൻറ്ററിലൊക്കെ ഈ റിഫ്ലക്ടറൊക്കെ പതിക്കണേ. ആ വലത്തെ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും പോസ്റ്റ് പാതി ഇങ്ങനെ കാണുന്നത്, അതാണ് സ്ട്രീറ്റ് ലൈറ്റ് കേട്ടോ. ആ ഇൻ്റർലോക്ക് വെച്ചതിന് സെൻട്രലായിട്ട് കാണുന്നതാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ. അതും റോഡ് മുഴുവനായിട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവാൻ സാധ്യത
കുറച്ച് സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് കുറഞ്ഞാൽ നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ കാണികൾക്ക്. അതുപോലെ തന്നെ അതെന്താണ് ഗോതമ്പ് പടി. ഇവിടെ കുറച്ച് സ്ഥലത്തായിട്ട് ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട് റോട്ടിലെ സൈഡിലല്ല, സെൻട്രലായിട്ട് തന്നെ റോഡ് ടാറിങ്ങിന് പകരം ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. ഗോതമ്പ് പടി നമ്മൾ കണ്ണൂർ ഭാഗത്ത് യാത്ര ചെയ്തപ്പോഴാണ് നമ്മൾ 2 സ്ഥലങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു. മേലെ ചൊവ്വേ താഴെ ചൊവ്വേ. ചില പേരുകളെ ഞാൻ ഈ ഭാഗങ്ങളിലൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഗോതമ്പ് പടി എന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്. സുന്ദരമായ റോഡ് കേട്ടോ. വളരെ ഭംഗിയായിട്ട് തന്നെ റോഡിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ശ്രീധന്യ കൺസ്ട്രക്ഷൻ. 5 വർഷമാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ മെയിൻ്റനൻസ് കാലാവധി. ഇവിടെ ഒരു പുതിയ ഡ്രൈനേജൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഒരുപാട് തടികളൊക്കെ ഈ റോഡിൻ്റെ പണികളുടെ ഭാഗമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. മഹാക്കണിയാന്ന് തോന്നുന്നു മരം. ഇനി അടുത്ത് നമ്മൾ നെല്ലിക്കാപ്പറമ്പ് എത്തുമ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത സൈഡിലായിട്ട് റോഡ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആ വാഹനം പോണത് നമുക്ക് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകാൻ പറ്റിയ റോഡാണത്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വളരെ മോശപ്പെട്ട റോഡായിരുന്നു. ഇപ്പോൾ അരീക്കോട് മുക്കം അതേപോലെ എടവണ്ണ മുക്കൊക്കെ യാത്ര ചെയ്യാൻ വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഈ റോഡിൽ പുതിയ അലൈൻമെൻറ്റുകളും ചെയ്യാതെയാണ് റോഡിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പഴയ റോഡിന് തന്നെ വീതി കൂട്ടിയിട്ട് പുതുതായിട്ടുള്ള റീഅലൈൻമെൻറ്റുകളൊന്നും നടന്നിട്ടില്ല. ഈ ഭാഗങ്ങളിലെ ആളുകൾ, പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പ്രവാസികൾ മാത്രമല്ല, നാട്ടിലെ ആളുകളാണെങ്കിൽ എല്ലാവരോടും ഒന്ന് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം. ഇവിടെയൊക്കെ ടാറിങ് പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലെ വർക്കുകൾ, അതുപോലെ തന്നെ വലിയ പറമ്പ് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ മുക്കം എത്താൻ സ്ഥലത്ത് വലത് സൈഡിൽ കുറച്ച് റോഡ് വീതി കൂടിയിട്ട് പോകുന്നുണ്ടെന്നറിയില്ല. ഇവിടെ ടാറിങ് വർക്കുകളും ഒന്നും നടന്നിട്ടില്ല. ഇവിടെയൊക്കെ മണ്ണിട്ട് നികത്തണം. ഇവിടെ ഈ ഭാഗങ്ങളിലുള്ള മരങ്ങളൊക്കെ ഇപ്പോൾ മുറിച്ച് പൂർത്തിയായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വീതിയിലാണ് ഇവിടെ റോഡ് കടന്നു പോകുന്നത്. വലിയ പറമ്പ് ഈ ഭാഗത്തൊക്കെ ടാറിങ്, അതായത് പഴയ ടാറിങ്ങുകളൊക്കെ പൊളിച്ച വേസ്റ്റുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ വളവിൽ കുറച്ച് മണ്ണെടുത്തിട്ട് റോഡിന് കുറച്ചൊക്കെ വീതി കൂട്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് ഹൈവേ കടന്നു പോണത്. നമ്മൾ പറഞ്ഞു ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൈൻ ബോർഡുകൾ, റിഫ്ലക്ടറുകൾ, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയൊരു ദേശീയ ഹൈവേ. അതായത് റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ടാണ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ റീബിൽഡ് കേരള. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ എത്തുമ്പോൾ ഒരു മണ്ണെടുത്ത സ്ഥലം കണ്ടിട്ട്, അപ്പോൾ മോള് പ്രത്യേകം ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. എന്തിനാണെന്ന് അറിയില്ല. അവിടെ കുറച്ച് സ്ഥലം മണ്ണെടുത്തിട്ട് ഈ മണ്ണ് റോഡിൻ്റെ സൈഡിലേക്ക് ഇടാൻ ഉപയോഗിക്കാമെന്ന് അറിയില്ല. ഒരു റബ്ബർ തോട്ട തോന്നുന്നു. അതുപോലെ ഈ ഒരു വളവ്, ഇതെനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വളവ് നിർത്തിയിട്ട് പോവായിരുന്നു. ഈ ഒരു അപകടം നിറഞ്ഞ വളവാണ്. ഈ റോഡൊക്കെ പിന്നെ എന്താ പറയുക, പണികളൊക്കെ കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ ഓടിച്ച് പോകുമ്പോഴേ ഒരു അപകടം നിറഞ്ഞ വളവ്. അത് നേരെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാൻ ഒരു 50-60 മീറ്റർ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഒരു അലൈൻമെൻറ്റ് നടത്തിയാൽ നന്നായിരുന്നു.
അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലെ മുക്കം ഭാഗത്തേക്ക് എത്താനാവുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ സൈഡ് കെട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ സൈഡ് കരിങ്കല്ല് കൊണ്ട് സൈഡ് കെട്ടുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം 5 മണിയായിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ജോലിക്കാരൊക്കെ ജോലിയൊക്കെ നിർത്തിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഈ ഒരു പമ്പ് ശരിക്കും റോഡിന് സമാനമായിട്ടായിരുന്നു. ഇപ്പോൾ അത് അത്യാവശ്യം ഉയരത്തിലാണ് നിൽക്കുന്നത്. ഏകദേശം 1.5 മീറ്റർ 2 മീറ്റർ ഉയരത്തിലാണ് ഇവിടെയൊക്കെ, 1.5 അല്ല 2-3 മീറ്ററൊക്കെ ഉയരത്തിലാണ് ഇവിടെയൊക്കെ റോഡ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് റോഡ് കടന്നു പോയിട്ടുള്ളത്. ഏകദേശം നമ്മൾ മുക്കത്തോട് അടുക്കാറായിട്ടുണ്ട്. മുക്കം ഭാഗവും നമുക്കറിയാം ഈ ശ്രീധന്യ അല്ല, അവർ 600 മീറ്റർ ജോലി മറ്റൊരു കൺസ്ട്രക്ഷൻ വർക്കാണ് എടുത്തിട്ടുള്ളത്. അവരിവിടെ ഈ GSP-WMM ഒക്കെ ഇട്ടിട്ട് അതും ഈ ഒരു 2 അടിയും 2.5 അടിയും ഉയർത്തിയിട്ടാണ് ഇതിലെ റോഡ് കടന്നു പോകുന്നത്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഭയങ്കര വൈകിട്ടായതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ജാം അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ, പുതിയ കലുങ്കിൻ്റെ പണികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മുക്കം ടൗണിലുള്ള സിഗ്നലിൻ്റെ അടുത്താണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് റോഡ്. അതേപോലെ തന്നെ ആ പഴയ പാലം, അതിൻ്റെ തീരുമാനം എന്താണെന്നറിയില്ല. അതിൻ്റെ 2 സൈഡിലായിട്ട് ജനങ്ങൾക്ക് നടക്കാനായിട്ടുള്ള നടപ്പാത നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഈ ഭാഗത്തൊക്കെ GSP ഇട്ട് കൂടുതലും നൈറ്റിലാണ് വർക്ക് നടക്കുന്നത്. പകൽ ഈ ട്രാഫിക് ജാമിൻ്റെ ഭാഗമായിട്ട് നൈറ്റിലാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ. ഓക്കെ, എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.